ഈ കഴിഞ്ഞ മാസം ഋഷികേശ് സന്ദർശിച്ചപ്പോൾ പല യോഗികളെയും സന്യാസിമാരെയും പരിചയപ്പെട്ടു. പലരുടെയും അനുഭവ കഥകൾ കേട്ടിരുന്നു. ഹിമാലയത്തിലെ വിശേഷങ്ങൾ, അനുഭവങ്ങൾ, സന്യാസം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ, അവരുടെ ദിനചര്യകൾ, ഋഷികേശിലെ രീതികൾ, വ്യത്യസ്തമായ പാരമ്പര്യം സ്വീകരിച്ചിട്ടുള്ള സന്യാസ വിഭാഗങ്ങൾ, അങ്ങനെ പലതും. ഒരു ദിവസം രാത്രി ആരതി കഴിഞ്ഞെത്തിയപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ആശ്രമത്തിൻ്റെ ഉടമസ്ഥനായ യോഗി പുറത്ത് തീ കായുന്നു. ഒരു വിദേശ കുടുംബമായി സൊറ പറയുന്നു. എന്നെയും കൂടെ കൂട്ടി. പോയ സ്ഥലങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ കൂടെയിരുന്നു. യോഗി ഡിസ്കഷൻ തുടർന്നു. ഇദ്ദേഹം യോഗിയും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ആളുമാണ്. ജയിലുകളിൽ ക്ലാസ് എടുക്കുകയാണ് മുഖ്യ പരിപാടി. ജീവിതത്തിൽ ഫോക്കസ് ഇല്ലാത്തതാണ് പരാജയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് അതിന് ഉപോത്ബലകമായി 2 സന്യാസിമാരുടെ കഥ അദ്ദേഹം പറഞ്ഞു. അതിപ്രകാരമാണ്. ഒരു മുതിർന്ന സന്യാസിയും വളരെ ചെറുപ്പമായ ഒരു സന്യാസിയും കൂടി നല്ല ഒഴുക്കുള്ള ഒരു നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒഴുക്കുണ്ടെങ്കിലും കണങ്കാലിന് താഴെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. അവർ നദി കുറെ കടക്കാൻ തുടങ്ങിയപ്പോൾ വളരെ സൗന്ദര്യമുള്ളതും യുവതിയുമായ ഒരാൾ കാൽ വഴുതി നദിയിൽ വീണു. യുവസന്യാസി സന്യാസ നിയമങ്ങളെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് സ്തബ്ധനായി നിന്നു. എന്നാൽ മുതിർന്ന സന്യാസിയാകട്ടെ യുവതിയെ പെട്ടെന്ന് ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി തൻ്റെ തോളിലിരുത്തി അക്കരെ എത്തിച്ചു. എന്നിട്ട് തൻ്റെ വഴിയെ നടന്നു. പ്രായത്തിൽ ചെറിയ സന്യാസി വളരെ ദുഃഖിതനായും മനസ്സ് പ്രക്ഷുബ്ധമായും കാണപ്പെട്ടു. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. സന്യാസത്തിൻ്റെ മഹിമയെക്കുറിച്ചും പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യാകുലപ്പെട്ടു. തൻ്റെ സീനിയർ ഈ നിയമങ്ങളെല്ലാം തെറ്റിച്ചു. ഒരു യുവതിയെ സ്പർശിച്ചു. അവളെ തോളിലേറ്റി നടന്നു. തൻ്റെ സങ്കടവും ദേഷ്യവും അദ്ദേഹത്തിന് അടക്കാനായില്ല. അദ്ദേഹം മുതിർന്ന സന്യാസിയോട് പറഞ്ഞു, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, അങ്ങ് സന്യാസത്തിൻ്റെ നിയമങ്ങളെല്ലാം തെറ്റിച്ചു. ആ യുവതിയെ തോളിലെടുത്ത് നടന്നത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ വലിയ പാവമാണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ ധാരാളം കുറ്റപ്പെടുത്തലുകൾ മുതിർന്ന സന്യാസി എല്ലാം ശാന്തനായി സൗമ്യനായി കേട്ടു. എന്നിട്ട് ഇപ്രകാരം മറുപടി നൽകി, ഞാൻ അവളെ നദിക്കരയിൽ തന്നെ ഉപേക്ഷിച്ചു, എന്നാൽ നീയോ അവളെ ഇപ്പോഴും ചുമക്കുന്നു. യോഗി തുടർന്നു, നമ്മളിൽ പലരും ഈ ചെറിയ സന്യാസിയെ പോലെയാണ്. നമുക്ക് ദൃഢനിശ്ചയവും ലക്ഷ്യബോധവുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപൃതമാക്കുന്നു. അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെടുന്നു. തദ്വാര നമ്മുടെ ലക്ഷ്യം അപ്രാപ്യമാകുന്നു. വിദേശികൾ തലകുലുക്കി സമ്മതിച്ചു. എന്നിട്ട് അവർ ചൂടുകാപ്പി താളത്തിൽ വലിച്ചു കുടിച്ചു. നന്ദി യോഗി, നിങ്ങളുടെ കഥയ്ക്കും ആതിഥേയത്തിനും.